കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീക ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീകമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപമകളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങൾ കേട്ടത്. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ തുടർന്നുള്ള പുതിയ ആത്മീകത, നമ്മൾ നേരത്തെ ഗിരിപ്രഭാഷണത്തിലൂടെ കണ്ടതുപോലെ പുതിയൊരു ആത്മീക വ്യവസ്ഥ എന്താണ് എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് ഉപമകൾ, ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ എന്ന വിഷയം നമ്മൾ കാണുന്നത്. എന്നാൽ അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ മിക്കവാറും എല്ലാം അത്ഭുതങ്ങളും പല പ്രവൃത്തികളുമാണ് കാണുന്നത്. യോഹന്നാൻ്റെ തല താരത്തിൽ നൽകപ്പെടുന്നത് കാണുന്നു. നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വാക്യം പ്രതിവാക്യമുള്ള വ്യാഖ്യാനമല്ല, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലൂടെ മാത്രമാണ് നമ്മൾ പോകുന്നത്, അത്ഭുതങ്ങളിലൂടെയുമല്ല. കാരണം എന്താണ് ഈ ഡോക്ട്രിൻ, എന്താണ് ഉപദേശം, കർത്താവ് എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രാസ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒരു പഠനം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഓരോരോ വാക്യങ്ങളെക്കുറിച്ച് അല്ല നമ്മുടെ പരാമർശം. എന്നാലും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. യോഹന്നാൻ സ്നാപകൻ എന്ത് സംഭവിച്ചു? ഇതൊരു വലിയ കാര്യമാണ്. യോഹന്നാൻ തടവിലായിപ്പോയി, കർത്താവ് മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കാണുന്നില്ല കർത്താവ് പോയി എന്തെങ്കിലും ചെയ്തതായിട്ട്. ഇപ്പോൾ ഇതാ യോഹന്നാൻ കൊല്ലപ്പെടുന്നു. 13-ാം വാക്യത്തിൽ ഈ സംഭവം യോഹന്നാൻ്റെ ബറിയൽ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് നിന്ന് ശിഷ്യന്മാർ വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഒരു മറുപടിയും പറയാതെ, പോസിബിളി നമ്മളൊന്നും കേൾക്കുന്നില്ല, വളരെ നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് കർത്താവ് പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് ദൈവമായിട്ട് സമയം ചെലവഴിക്കുക, പിതാവുമായി സമയം ചെലവഴിക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കർത്താവ് പോയ വഴിയെ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെല്ലുകയും കർത്താവ് അവരിൽ പല രോഗികളെയും അവരുടെ രോഗികളെല്ലാം സൗഖ്യമാക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ കാണുന്നത് മരുഭൂമിയിലാണ്. അവർക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് അവരെ സമൃദ്ധിയായി നടത്തി 12 കൊട്ട അപ്പം വേർതിരിച്ചെടുക്കുന്നത് നമ്മൾ കാണാനിടയാകുന്നു. അപ്പോൾ ഈ ഒരു 1-2 അത്ഭുതങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ 14-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പത്രോസ് യേശുവിനെ വെള്ളത്തിന് മുകളിലൂടെ അനുഗമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ വീണു പോകുന്നു, കാറ്റ് കണ്ട് പേടിച്ച്. കാരണം നമ്മുടെ വിശ്വാസ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ പല ഓളങ്ങളും കാറ്റുകളും കണ്ട് പേടിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ നമ്മുടെ ചുറ്റുമുള്ള ഓളങ്ങളിലേക്ക് അതിനെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ബലമില്ലാത്തവരായിട്ട് മാറുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഓളങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം, ഓളങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്, നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെ സോൾവ് ചെയ്യാം. പക്ഷേ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മൾ മാറി കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതൊരു വലിയ ആശ്വാസമാകും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ പുതിയ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള ഒരു പാഠം നമുക്ക് കാണാം. 1-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിൻ്റെ ശിഷ്യന്മാർ പൂർവ്വന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവനോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെ ദുഷിക്കുന്നവർ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, ഈ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നത് ഞാനല്ല,
നിങ്ങൾ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമ്പ്രദായങ്ങൾ ദുർബലമാക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ ദുർബലമാക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ളത്, എന്നാൽ നിനക്ക് എന്താണ് ഉപകാരമായി വരേണ്ടത് അത് ദൈവത്തിന് ഞാൻ വഴിപാടായി കൊടുത്തിരിക്കുകയാണ് എന്നൊരു മകൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൻ്റെ നിയമത്തെ, അതായത് അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നുള്ള നിയമത്തെ ദുർബലമാക്കിയിരിക്കുന്നു കർത്താവ് പറയുന്നു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? പലപ്പോഴും ഇന്ന് ലോകത്തിൽ വിശ്വാസികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഒരു സെറ്റിൽഡ് ഫാമിലി ലൈഫാണ്. സെറ്റിൽഡ് ഫാമിലി ലൈഫിനകത്ത് മാതാപിതാക്കൾ എപ്പോഴും ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി നമുക്കുണ്ട്. മാട്രിയാർക്കൽ അതായത് ഫാമിലി എന്ന് പറയുന്നതിന് ഇന്ത്യയിൽ പ്രത്യേകിച്ചും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു വിളി, ഒരു കോളിങ്ങിലേക്ക് പിന്നാലെ മക്കൾ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അപ്പനമ്മമാരുടെ പ്രൊട്ടക്റ്റീവ് റിങ്ങാണ്. കാരണം ഇന്ന് മാതാപിതാക്കൾ പിള്ളേരെ പഠിപ്പിക്കുന്ന സുവിശേഷ വേലയ്ക്ക് പോയി കഷ്ടപ്പെടാൻ വേണ്ടിയൊന്നുമല്ല, അവർ നല്ല സമൃദ്ധിയിൽ ജീവിച്ച് കാണാൻ വേണ്ടി തന്നെയാണ്. മാതാപിതാക്കൾ ഒരിക്കലും ഈ മക്കൾ കർത്താവിനെ അനുഗമിച്ച് കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവരെ നല്ലപോലെ ജീവിച്ചിട്ട് ആളുകളെ മുമ്പിൽ മാന്യമായി ജീവിച്ചിട്ട് സമ്പത്തൊക്കെ ഉള്ളവരായിട്ട് ജീവിച്ച് അങ്ങനെ വല്ലതൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തും ഒക്കെ അങ്ങനെ ജീവിച്ചു പോകണമെന്നാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഈ തലമുറകൾ മരവിച്ചു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളുടെ കടുംപിടുത്തമാണ്. അപ്പോൾ ദൈവത്തിനൊരു വഴിപാടായി ഇറങ്ങുന്ന ആളുകൾ ഇന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ടു ബി റാഡിക്കൽ ഇൻ ഫോളോയിങ് ദ ലോഡ്, ദൈവത്തെ അനുഗമിക്കുന്നതിൽ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇന്ന് കുറവാണ്. അതിൻ്റെ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മളെ ഒരു കംഫർട്ടബിൾ ലൈഫിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. ഒന്ന് കൈ കഴുകുന്ന കാര്യവും മറ്റൊന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യവും. അത് എത്ര എക്സ്റ്റെൻറ്റ് വരെ എന്നുള്ളത് നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് മോഡേൺ ശാസ്ത്രം അനുസരിച്ചും അത് അഭികാമ്യമല്ല. നമ്മൾ കൈ വൃത്തിയാക്കിയ ശേഷം കഴിക്കണം എന്നുള്ളത് പൂർവന്മാരുടെ സമ്പ്രദായമാണ്, ദൈവം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ യഹൂദന്മാർക്ക് വളരെ വിശദമായി കൈ കഴുകുന്ന ഒരു പ്രത്യേകമായൊരു ആചാരമുണ്ടായിരുന്നു. ഈ ആചാരപരമായൊരു പൂർവന്മാരുടെ സമ്പ്രദായപരമായ ഒരു വാഷിംഗ്, ആ സമ്പ്രദായപരമായ വാഷിംഗ് ചെയ്യാതെ, അതായത് ഈ മതത്തെ ദൈവം കർത്താവ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ശബത്തിൽ വിളഭൂമിയിൽ നിന്ന് കതിര് പറിച്ച് തിന്നുന്നതും ശബത്തിൽ സൗഖ്യമാക്കുന്നതും പോലെ തന്നെ ഇവിടെയും കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനെ തകർത്തുകൾ, അതായത് സമ്പ്രദായങ്ങൾക്കെതിരെ നിൽക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സമ്പ്രദായങ്ങൾക്കെതിരെ കർത്താവ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പൂർവ്വന്മാരുടെ സമ്പ്രദായത്തെ ലംഘിക്കുന്ന എന്നെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ തന്നെയാണ് ലംഘിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? അപ്പനെ അമ്മയും ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പനെ അമ്മയും ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. അപ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞിട്ടും മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ അപ്പനെ അമ്മയും അനുസരിക്കുന്നതിന് പകരം അത് വഴിപാടായിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനെ അമ്മയും ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തിന് ആയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെടാം. കാരണം അവർ ഒരുപക്ഷെ നമ്മളോട് എഗ്രി ചെയ്തില്ലെന്ന് അവരെ ധിക്കരിക്കേണ്ടി വന്നേക്കാം. ഈ മാതാപിതാക്കളെ ധിക്കരിക്കരുതെന്നാണോ കർത്താവ് ശരിക്കും പറഞ്ഞത്? അതായത് മാതാപിതാക്കളെ ധിക്കരിച്ച് നിങ്ങൾ ദൈവത്തിനൊരു വഴിപാടാകരുത്. മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറയുന്നത്, അവർക്ക് ഉപകാരങ്ങൾ ചെയ്യരുതെന്നാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല ആളുകളും മാതാപിതാക്കളെ ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അവരെ അവരുടെ വിധിക്ക് വിടുന്ന, ചിലപ്പം സുവിശേഷ വേല ചെയ്യാൻ്റെ എക്സ്ക്യൂസ് ആയാൽ പോലും അത് തെറ്റാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് ജീവിക്കാനുള്ള വകയില്ലെങ്കിൽ, അവർക്ക് അന്ത്യകാലത്ത് ഉപകാരമാകാൻ സാധിക്കുന്നില്ലെങ്കിൽ, വേറെ ആരെയും ഭരമേൽപ്പിക്കാനില്ലെങ്കിൽ, നിങ്ങൾക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ മക്കൾ അപ്പനമ്മമാർ വിട്ടുകളയരുത് എന്നുള്ളത് തന്നെയാണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് കൊടുക്കാൻ ഉള്ളത് കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ളത്, അവർ വരുമാനമില്ലാത്തവരാണ്, അവർക്ക് ജീവിക്കാൻ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനം അന്ത്യം വരെയും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും അവർക്ക് നൽകാനുള്ളത് നൽകുകയും വേണം. അതായത് there shall be reasonableness in everything. ഇപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ, ഓരോ പടിയും മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ പേരൻസ് എല്ലാം അതിനെ എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല. എൻ്റെ പേരൻസ് എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല, കൂട്ടുകാർ എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ സ്നേഹിച്ചാൽ അവൻ എനിക്കുള്ളവനല്ലാന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇതേ രീതിയിൽ തന്നെ കർത്താവ് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ് നമുക്ക് ഇതിനകത്ത് ചുരുക്കമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? വി നീഡ് ടു റെസ്പെക്റ്റ് ആൻഡ് ഒബേ അവർ പേരൻസ്. പക്ഷേ ദൈവം പറയുന്നൊരു കാര്യം വരുമ്പോഴേക്കും അത് ദൈവം പറയുന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല.
അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കൈവിടുന്നവരാകരുതെന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വിശ്വാസികളായ മക്കൾ ആദ്യം മുൻപിൽ ചെന്ന് നിൽക്കണം. കാരണം അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകാനിട വരരുത്. അവർക്ക് ഒരു മക്കളെന്ന ഒരു അവകാശത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട അന്ത്യകാലത്തുണ്ടാകേണ്ട കംഫേർട്ട്സ് നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. അങ്ങനെ വെക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനുഷ്യരെന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ സമ്പ്രദായം കൊണ്ട് വന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ ദുർബലമാക്കിയിരിക്കുന്നു. അപ്പോൾ കപടഭക്തിക്കാരായ മനുഷ്യരുടെ ഒരു പ്രശ്നമാണ്. കപടഭക്തിക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകളെ ബഹുമാനിക്കാൻ സാധിക്കില്ല. അവരെപ്പോഴും സമ്പ്രദായങ്ങളെയാണ് ബഹുമാനിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാലും നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പനകളേക്കാൾ കൂടുതൽ സമ്പ്രദായങ്ങളാണ് ബഹുമാനിക്കപ്പെടുന്നത്. അത് ഈവൻ പെന്തക്കോസ്റ്റ് ചർച്ചിലായാലും അങ്ങനെ തന്നെയാണ്. സമ്പ്രദായങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനം ദൈവത്തിൻ്റെ വചനത്തിന് ലഭിക്കാറില്ല. ഈ സമ്പ്രദായങ്ങൾ കാലങ്ങൾ കൊണ്ടുണ്ടായി വരുന്നതാണ്, ഓരോ കാലഘട്ടങ്ങളിലുണ്ടായി വരുന്നതാണ്. അപ്പോൾ പതുക്കെ ഈ രണ്ട് കാര്യത്തിൻ്റെ തത്വം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ സമ്പ്രദായങ്ങൾ കൊണ്ടുണ്ടാകുന്ന മതം ദൈവത്തിൻ്റെ വചനം കൊണ്ടുണ്ടാകുന്ന വിടുതലിന് എപ്പോഴും എതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം എന്ത് പഠിപ്പിക്കുന്നോ അതിനെ സമ്പ്രദായങ്ങൾ വെച്ച് നമ്മൾ മറികടക്കുകയാണ് മനുഷ്യൻ്റെ എന്നേക്കുമുള്ള മനുഷ്യൻ്റെ പ്ലാൻ. നമ്മൾ വിശുദ്ധിയുടെ കാര്യം തന്നെ എടുത്താലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരുന്ന വിശുദ്ധിയുടെ തത്വങ്ങളിലേക്ക് പോകാതെ മനുഷ്യ സമ്പ്രദായങ്ങളിൽ കൊണ്ടുണ്ടാകുന്ന ഒരു വിശുദ്ധിയിലേക്കാണ് മനുഷ്യരെപ്പോഴും ശ്രദ്ധിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. കാരണം ഈ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുക, സമ്പ്രദായങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക, ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. അതായത് അധരങ്ങളിൽ മാത്രം ദൈവത്തെ ബഹുമാനിക്കുകയും അപ്പോൾ ഒരു സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത് ആണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ മതത്തിനകത്ത് എപ്പോഴും ഇപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് രക്തം ചൂട് പിടിക്കും, പക്ഷേ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ സഭാ തർക്കങ്ങളുണ്ടാകുന്നു കേരളത്തിൽ? അവർക്ക് ആ സഭ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പിരിറ്റാണ്, തല്ലാനും അടിക്കാനും കൊല്ലാനും ഇത് റെഡിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ ആ ചൂടില്ല. ഈ സമ്പ്രദായങ്ങളുടെ അത്രയും ചൂട് ദൈവത്തിൻ്റെ വചനത്തോട് മനുഷ്യർക്ക് ഒരിക്കലും ഇല്ല. ഇത് ഈ പരീശന്മാരുടെ ശാസ്ത്രന്മാരുടെ ഒരു പ്രത്യേകതയായിരുന്നു. അത് ഏത് മതത്തിലേക്കും സഭയിലേക്കും നിങ്ങൾ നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങൾ എവിടെ വരുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് മുകളിൽ സമ്പ്രദായങ്ങൾ ബഹുമാനിക്കപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പതുക്കെ മറിച്ച് കളയപ്പെടും. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സമ്പ്രദായങ്ങൾ അത് ആണ് ഇവിടെ കർത്താവ് പറയുന്നത്. വളരെ ദീർഘമായ ഒരു കൈകഴുകൽ, ഒരു വലിയ ആചാരപരമായ കൈകഴുകൽ, അതുപോലെ പുതിയ വഴിപാട് നിയമങ്ങൾ, ദശാംശ നിയമങ്ങൾ, ഓക്കെ, അത് പഴയതുകൊണ്ട് അതിൻ്റെ കൂടെ ഇവർ കൂടുതൽ നീതി ആഡ് ചെയ്യാൻ വേണ്ടി അത് വീണ്ടും വിപുലീകരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ സമ്പ്രദായങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ഒരു മതത്തിൻ്റെ കീഴിലാണ് ഇവരെല്ലാം വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ സമ്പ്രദായങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ മറച്ചു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഇന്നത്തെ മതങ്ങളെ നോക്കുമ്പോൾ, സഭകളെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത്, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതം, നീതിയുടെ ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവനും ഒത്തിരി സമ്പ്രദായങ്ങൾ കൊണ്ടുള്ള ജീവിതം കൊണ്ട് ഒത്തിരി പകരക്കാരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ട്രൂ സ്പിരിച്വാലിറ്റി വിത്ത് ഓൾ ദീസ് സമ്പ്രദായങ്ങൾ. യഥാർത്ഥ ആത്മീയതയെ മറച്ചു വയ്ക്കുന്ന അനേകം രീതികൾ, മനുഷ്യരീതികളെ നമ്മൾ ഈ സഭകളുടെ ഭാഗമായി തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഒരു പ്രത്യേക സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നുണ്ട്. അത് അപകടകരമാണ് എന്ന് നമുക്കിത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്പ്രദായങ്ങളിലൂടെ നിങ്ങൾ തൃപ്തരാണെങ്കിൽ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സഭയുടെ സമ്പ്രദായങ്ങളിൽ തൃപ്തരാണ്, അതാണ് വിശുദ്ധി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിനുള്ള ദൈവവചനത്തിലെ കൃത്യമായ റെഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ റെഫറൻസ് ചിലപ്പം വളരെ വിദൂരമായി വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന കാര്യമായിരിക്കും. അതിൽ നിങ്ങൾ ഭയങ്കര തീവ്രവാദികളായിരിക്കും. പക്ഷേ വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ നമ്മൾ വളരെ ബലമില്ലാത്തവരും ശ്രദ്ധയില്ലാത്തവരും. കാരണം ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തില്ല, അധരം കൊണ്ടുണ്ട് താനും. ഞാനിങ്ങനെ അനേകം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഭകളിലെല്ലാം, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള സഭകളിലെല്ലാം ഉണ്ട്, വിശ്വാസികളുടെ കൂട്ടങ്ങളിലുണ്ട്, ഹൃദയത്തിനകത്ത് ദൈവത്തോട് സ്നേഹമില്ലാത്തവർ, ദൈവത്തെ വേണ്ടാത്തവർ. എന്നാൽ മതങ്ങളിൽ അവർ വളരെ തീക്ഷ്ണ. ഇതെനിക്ക് എങ്ങനെ ഇത്രയും കൃത്യമായി അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ ആദ്യകാലത്ത് മതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു കാലത്ത് എനിക്ക് ചിട്ടകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ കുർബാന ഇരുന്ന് കാണാൻ ഇഷ്ടമായിരുന്നു. പല അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ദൈവം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. ബട്ട് ഐ വാസ് അട്രാക്റ്റഡ് ടു ദി സമ്പ്രദായം, ഈ സെറമണി, അതിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആയിരുന്നു. പക്ഷേ ദൈവം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, വചനമുണ്ടോ എന്ന് ഉറപ്പില്ല, ഈ വചനം സത്യമാണെന്ന് ഉറപ്പില്ല. പക്ഷേ ഈ സമ്പ്രദായങ്ങൾ ഇഷ്ടമാണ്.
ഇന്ന് എന്നെ കേൾക്കുന്ന പല ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. ഒരു ഉറപ്പൊന്നും ബൈബിളിൻ്റെ കാര്യത്തിലില്ല, ഒരു നിശ്ചയമില്ല, ഒരു ആഗ്രഹവുമില്ല. പക്ഷേ ഈ സമ്പ്രദായങ്ങളോട് ഭയങ്കരമായിട്ട് അടിമത്തത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു ഫലമാണ്. ഇത് അനേകം ആളുകൾ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കർത്താവ് പറയാണ്, മനുഷ്യകൽപ്പനകളുടെ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ ആരാണോ മനുഷ്യനിർമ്മിതമായ കൽപ്പനകളെ പഠിപ്പിക്കുന്നത്, അവർ ശരിക്കും ദൈവത്തെ വ്യർത്ഥമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഓക്കെ, 10-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ട് ഗ്രഹിച്ചു കൊള്ളുവിൻ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ. അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വായ്ക്കകത്തേക്ക് നമ്മൾ എന്ത് കഴിച്ചാലും, ഇവൻ മരിച്ചു പോയാൽ പോലും അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് സെറമണി. ഇതൊരു ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ക്രിസ്തുവിൻ്റെ ആത്മീകത എന്ന് പറയുന്നത് ആന്തരികമായൊരു കാര്യമാണ്. അതായത് വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണോ അതാണ് ശരിക്കും നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയമാണ് ശരിക്കും അശുദ്ധമായിട്ടുള്ളത്, വായിലേക്ക് ചെല്ലുന്നതല്ല. അതെന്തായാലും അത് മറപ്പുരകളിൽ പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ശിഷ്യന്മാരടുക്ക ചെന്നു, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ ചോദിക്കുക, നിങ്ങൾക്ക് കർത്താവിനറിയാമോ ഈ പ്രസംഗം ഈ പരീശന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും ഇടർച്ച, നമ്മൾ വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഇടറുന്ന അനേകം ആളുകളുണ്ട്. പണ്ടൊരാൾ എന്നെക്കുറിച്ചല്ല വേറൊരാളെക്കുറിച്ച് പറഞ്ഞാണ്, ഇതുപോലെ വചനം പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞാണ്, അവരെയൊക്കെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സഭ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് നടക്കില്ല. കാരണം സഭയിലുള്ളവർ വേറെ കൂടുതൽ പ്രതീക്ഷിക്കും, നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവർ വേണ്ട. ഒരു പ്രസംഗകനെ വിളിക്കുന്നതിന് കാര്യം എൻ്റെ ഒരു സഹോദരൻ അഡ്വൈസ് ചെയ്തപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ്. അതായത് ഈ സമ്പ്രദായങ്ങൾ നിലനിന്ന് പോകുന്നതിനെതിരെ സംസാരിക്കുന്നവർ എന്നും ഇടർച്ചയാണ്. അവർ ഇടർച്ചക്കല്ലുകളായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് അവരുടെ മതത്തിൻ്റെ നിലനിൽപ്പിന് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അപകടകരമാണ്. ഇപ്പോൾ ഞാൻ പുതിയ നിയമത്തിലെ അഭിഷിക്തർ എന്ന വിഷയം സംസാരിച്ച് അനേകം സ്വയം അഭിഷിക്തരെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇടർച്ചയായിരുന്നു. കാരണം അവർക്ക് ഭയമാണ്, അവരുടെ കീഴിലിരിക്കുന്ന വിശ്വാസികൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ മനുഷ്യരുടെ സമ്പ്രദായങ്ങൾ, മനുഷ്യരുടെ ഉപദേശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് മനുഷ്യർക്ക് ഇടർച്ചയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പരീശന്മാർക്ക് ഭയങ്കര ഇടർച്ചയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീശന്മാർ കർത്താവിനെ കൊല്ലാൻ ആഗ്രഹിച്ച് തന്നെ അവരുണ്ടാക്കിയ സമ്പ്രദായങ്ങളെ കർത്താവ് തകർത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയുന്ന അനേകം വിശ്വാസികളും അവരുടെ പാസ്റ്റേഴ്സിൻ്റെ അടിമകളാണ്. ഈ പാസ്റ്റർ എന്ന് പറയുന്നൊരു സർവാധിപതിയായി വാഴുന്നു. ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യയിലായതുകൊണ്ടാണ്. അവരുടെ സൗത്ത് കൊറിയയിൽ, നോർത്ത് കൊറിയയിലോ വല്ലതും ആയിരുന്നെങ്കിൽ അവിടുത്തെ കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ ഈ പാസ്റ്റർ ആയിരുന്നേനെ. കാരണം അത്രയും ഉണ്ട് അകത്തുള്ള അധികാര ഭാവം, എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അവൻ കർത്താവിൻ്റെ മഹത്വം കാണുന്നവരെയും കൺട്രോൾ ചെയ്യാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ആരെയെങ്കിലും കൺട്രോൾ ചെയ്യാനില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എൻ്റെ കീഴിൽ 10 സഭാവിശ്വാസികളുള്ളൂ എന്ന് വിചാരിച്ചോ, അല്ല 5 പേരുള്ളൂ എന്ന് വിചാരിച്ചോ, 5 പേരും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം പരമാർത്ഥമെന്ന് വിശ്വസിച്ച് ജീവിക്കണമെന്നാണ് ആ ഉപദേശിയുടെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം പാസ്റ്റേഴ്സ് ചേർന്ന് ഈ സഭകളിൽ അനേകം ആൾക്കാർ അടിമത്തത്തിൽ വെച്ചിരിക്കുമ്പോഴാണ് ഒരാൾ എന്ന് പറയുന്നത്, അഭിഷേകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ള സകലരും അഭിഷേകമുള്ളവരാണ്. പ്രത്യേക അഭിഷിക്തന്മാർ പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ അഭിഷിക്തൻ യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ ഒരു അപ്പോസ്തലനെ കുറിച്ചും അഭിഷിക്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അഭിഷിക്തൻ എന്നുള്ള വാക്കിൻ്റെ ഹീബ്രു മെശിഹ എന്നും അഭിഷിക്തൻ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് ക്രിസ്റ്റോസ് എന്നുമാണ്. സത്യമാണ്, വചനമാണ്. പക്ഷെ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഈ സ്വയം അഭിഷിക്തന്മാരെന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന അത്ഭുത പുരുഷന്മാരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന പാസ്റ്റർമാർ മറ്റനേകരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സോക്കോൾഡ് അഭിഷിക്തന്മാർക്കെല്ലാം ഇടർച്ചയാകുന്നു. വചനം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവർ ഇടറിപ്പോകുന്നു. കാരണം അവർക്ക് ഈ ആളുകളെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റാതെ വരുന്നു. ട്രൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ വിടാതിരിക്കുന്നത് നിങ്ങളെ ഭരിക്കുന്നു എന്ന് വിചാരിക്കുന്ന സിംഗിൾ ഹ്യൂമൻ പേഴ്സൺ ലീഡർഷിപ്പുകളാണ്. ഈ സിംഗിൾ പേഴ്സൺ ലീഡർഷിപ്സ് അവിടെ എല്ലാം ഈ സമ്പ്രദായങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മതത്തിൻ്റെ ഭാഗമാണ്. കർത്താവ് അതിനെ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഇടർച്ചയുണ്ടായി. ഓക്കെ, അപ്പോൾ കർത്താവ് പറയുകയാണ് ഈ ഇടർച്ച സ്വാഭാവികമാണ്. കാരണം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇടർച്ച ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാണ് ചിലപ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രസംഗിക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അതായത് ഇത് വേരോടെ പറഞ്ഞു പോവുകയാണ്. കാരണം അവർ സ്വർഗസ്ഥനായ പിതാവിനാൽ നട്ടപ്പെട്ടതല്ല, അത് വിതയ്ക്കപ്പെട്ട കളകളാണ്. ഈ വിതയ്ക്കപ്പെട്ട കളകൾ എന്ന് പറയുന്നത് ഇന്ന് ഉപദേശത്തിൻ്റെ പ്രസംഗം കൈക്കലാക്കിയിരിക്കുകയാണ്.
അതായത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ സ്വയം വെളിപ്പെടുത്തുന്ന, സ്വയം നിയന്ത്രണത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ആ ഒരു അടിമ വ്യവസ്ഥ, ആത്മീക അടിമ വ്യവസ്ഥ, ആത്മീക കച്ചവട വ്യവസ്ഥ ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം സ്പ്രെഡായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷകനുള്ള അതേ ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾക്കും ദൈവത്തിന് മുമ്പിലുള്ളത്. നിങ്ങളും അവരും എല്ലാം ഒരുപോലെ പാപികളും കൃപ വേണ്ടവരുമാണ്. ഇത് നിങ്ങൾ പറഞ്ഞു നോക്കി, ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ മേലിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട്. നിങ്ങളുടെ സ്റ്റേജിൽ നിൽക്കുന്നവർ അയാളുടെ ധർമ്മം നിർവഹിക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്കും പല ധർമ്മങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, പല കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം യു ആർ എ സ്ലേവ്. നിങ്ങളൊരു അടിമയായി അയാളുടെ മുമ്പിൽ ഇരുന്ന് അയാളുടെ കൃപാവരങ്ങൾ മാത്രം എൻജോയ് ചെയ്യുന്നു. അഭിഷിക്ത ഇപ്പോൾ ഇത് ആൾക്കാരോട് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ സഭയുടെ പാസ്റ്റേഴ്സിന് ആരെയും വളർത്താൻ താല്പര്യമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇന്നത്തെ സഭകൾ എത്ര വലുത് സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പാസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ ആ ട്രസ്റ്റിൻ്റെ അടുത്ത ചെയർമാൻ എന്ന് പറയുന്നത് അവരുടെ മക്കൾ തന്നെയായിരിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദൈവവേലയല്ലേ, എന്തായാലും കുടുംബമല്ലല്ലോ. ആ മക്കൾ തന്നെ കാണുള്ളൂ. കാരണം മക്കളെക്കാൾ സ്പിരിച്വലായിട്ടുള്ള ഒരൊറ്റ ആളെ പോലും അയാൾ വളർത്തിയെടുത്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അത്? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? ഒരു സഭയുണ്ടെങ്കിൽ സഭയിൽ പാസ്റ്ററുടെ മകൻ, പാസ്റ്ററുടെ ഭാര്യ, ആ കുടുംബമാണ് ശുശ്രൂഷിക്കുന്നത്. അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാസ്റ്റർ എവിടെയെങ്കിലും പോയാൽ പാസ്റ്റർമ്മ ശുശ്രൂഷിക്കുന്ന സഭകൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം വേറൊരാൾ കൊടുക്കാൻ പ്രയാസമാണ്. ഇതെന്തുകൊണ്ടാണ്? ഇത് ദൈവത്തിൻ്റെ വചനത്തെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ്. അതായത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സംഘങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഈ അഭിഷേകം എല്ലാവർക്കും ഉള്ളതാണ്, ദൈവം എല്ലാവർക്കും വേണ്ടി ഒരുപോലെയാണ് മരിച്ചത്, അതായത് ഈ സഭയിലിരിക്കുന്ന സകലർക്കും വേണ്ടി, അവരെല്ലാം മക്കളാണ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഇത് അനേകം ആളുകൾക്ക് ഇടർച്ചയാവുന്നുണ്ട്. ഇന്ന് ഞാൻ രക്ഷയുടെ വചനം പല സ്ഥലത്തും സംസാരിച്ചിട്ടുണ്ട്, വിശുദ്ധിയുടെ വചനം സംസാരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വളരെ വളരെ കഠിനമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടറിപ്പോയത് അവരുടെ സമ്പ്രദായങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോഴാണ്. അത് ക്രിസ്തുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് സ്വതന്ത്രരാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. സഭ ഇല്ലാതെ നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. വിശുദ്ധന്മാർ കൂടി വന്ന് ഒരുപോലെ അപ്പം നുറുക്കി അവർക്ക് ദൈവാത്മാവ് കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങളനുസരിച്ച് ശുശ്രൂഷിക്കുകയും ആ കൃപാവരങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന, അതിനകത്ത് ഇടയനും സുവിശേഷകനും വചനം പഠിപ്പിക്കാൻ കഴിവുള്ളവരും അതുപോലെ സുവിശേഷമായിട്ട് വെളിയിൽ പോകാൻ പറ്റുന്നവരും സഹായിക്കാൻ വരവുള്ളവരും ഇവരെല്ലാം ചേർന്ന് ഒരുപോലെ പല അവയവങ്ങളാൽ യേശുക്രിസ്തു തലയായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ശരീരമാകുന്ന സഭ നമുക്കെല്ലാവർക്കും അവകാശമാണ്, അതാവശ്യമാണ്. ഒരാളിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന അയലൻഡുകൾ അല്ല ദൈവത്തിൻ്റെ സഭ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇത് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇടർച്ച ഇന്നും മതനേതാക്കന്മാർക്കാണ് ഉണ്ടാകുന്നത്. ഇന്നും നമ്മുടെ ശത്രു വെളിയിൽ നിന്നുള്ളവരല്ല. ഇന്നും സത്യവചനത്തിൻ്റെ ശത്രു സമ്പ്രദായങ്ങളാൽ ദൈവത്തെ സ്നേഹിക്കുകയും അതേസമയത്ത് ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശരിക്കും കുരുടന്മാരായ വഴികാട്ടികൾ എങ്ങനെ നിങ്ങൾക്കത് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെന്ന് ഏതെങ്കിലും ഒരു ഉപദേശിയോട് ചോദിക്കുക, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ്? എങ്ങനെയാണ് പ്രവൃത്തികളാലല്ലാതെ ആത്മാവിനാൽ നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നത്? ഒന്ന് ചോദിച്ചു നോക്ക്. എന്താണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം? ബേസിക് മാർമിക വിഷയങ്ങൾ ചോദിച്ചു നോക്ക്. ഈ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത അനേകം ആളുകൾ. ഇതിപ്പോൾ അവരെന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരുമ്പോൾ ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങൾക്കറിയാമോ എന്നുള്ളത് വേറെ കാര്യം. വചനം വളരെ ലളിതമാണെങ്കിലും ഇത് ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. വചനം വളരെ ലളിതമാണെങ്കിലും സിമ്പിളാണെങ്കിലും അത് മനസ്സിലാക്കുവാൻ ഒരു സഭയുടെ പഠിപ്പിക്കൽ ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രക്ഷയെക്കുറിച്ച് പറയാൻ അറിയാത്ത അനേകം ശുശ്രൂഷകരുണ്ട്. ഞാനൊരു സുവിശേഷകനോട്, പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങളെല്ലാ വീടുകളിലും കയറി സുവിശേഷം പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു വലിയ അത്ഭുതം കേട്ടോ. ഞാൻ എന്താ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ സഭയിലേക്ക് വാ, പ്രാർത്ഥനയ്ക്ക് വാ, ഇതാണ് ഞാൻ പറയുന്ന സുവിശേഷം എന്ന്. സഹോദരങ്ങളെ, അത് സുവിശേഷമല്ല. സഹോദരങ്ങളെ, അത് സുവിശേഷമല്ല. അത് ഒരു ആശ്വാസമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഈ സഭയിൽ ചെന്നാലും സുവിശേഷം കേൾക്കുന്നില്ല. എങ്ങനെയാണ് പാപികളെ രക്ഷിക്കുന്നത്? പാപിയോട് കരുണ കാണിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണ്, ആ സുവിശേഷം എന്താണെന്ന് ആൾക്കാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ക്രൈസിസ്. സഹോദരങ്ങളെ, ഇടർച്ച സ്വാഭാവികമാണ്. കുരുടന്മാരാണെന്ന് വഴി കാണിക്കുന്ന മുഴുവൻ വചനത്തിൻ്റെ പരിജ്ഞാനം വേണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. എന്താണ് അവർ പഠിപ്പിക്കുന്നവർ അറിയുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വലിയൊരു പ്രതിസന്ധി ഇന്നുണ്ട്. ആരും ശ്രദ്ധിച്ച് വചനത്തിലേക്ക് നോക്കുന്നില്ല. ഈ വചനം വളരെ ഒബ്വിയസാണ്. ഇപ്പം ഞാൻ തന്നെ വേണമെന്നില്ല.
ഒരു ഉപദേഷ്ടാവ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നത്ര ലളിതമാണിത്. പക്ഷേ വലിയൊരു പങ്കിനും അത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഗ്രാഹ്യമാകുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാനും വചനത്തിൽ നിലനിർത്തുവാനും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും അടിസ്ഥാന വേദോപദേശങ്ങൾ മനസ്സിലാക്കുവാനും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും മനുഷ്യരുടെ സമ്പ്രദായങ്ങളിലെ കെട്ടുകൾ പൊട്ടിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി സ്തോത്രം, രക്ഷയുടെ വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അതിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെക്കുറിച്ച് എന്ത് കൃപാവരമാണോ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ആ നിക്ഷേപങ്ങളെ കണ്ടെത്തുവാനും കർത്താവെ അത് പ്രായോഗികമാക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്നുള്ള അവസരങ്ങളെ തരണം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ധൈര്യമുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരും ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.